ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബോളിഷണലിസം. നിങ്ങളുടെ കയ്യിൽ പോപ്പുലർസ്കി ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ പേജ് നമ്പർ 291 ഒരു ബോക്സിൽ ഈ ഒരു ടോപ്പിക് കാണാൻ പറ്റും. ദ സ്ലേവ് ട്രേഡ് ആൻഡ് അബോളിഷണലിസം. എന്താണ് അബോളിഷണലിസം? അബോളിഷണലിസം എന്ന് പറയുന്നത് ഒരു മൂവ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് എഫേർട്ട് ദാറ്റ് മെയ്ഡ് ടു സ്റ്റോപ്പ് ദ ബ്രിട്ടീഷ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ്. സ്ലേവ് ട്രേഡിനെ നിർത്തുന്നത്, അതായത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് ഈ ഒരു അബോളിഷണലിസം മൂവ്മെൻറ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഈ ഒരു മൂവ്മെൻറ്റ് സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നുള്ളത് ബിറ്റ്വീൻ ദ ഇയേഴ്സ് 1780 ആൻഡ് 1807. സ്ലേവ് ട്രേഡ് ഇല്ലീഗലായിട്ട് മാറിയത് 1807 എങ്ങനെയായിരുന്നു ഈ ഒരു സ്ലേവ് ട്രേഡ് ഉണ്ടായിരുന്നത്? ലൈക്ക് ബിറ്റ്വീൻ 1680 and 1783, over 2 million African people were taken to British colonies as slaves. അതായത് ഈ പറയുന്ന 2 ഇയേഴ്സിലും ആഫ്രിക്കൻ പീപ്പിളിനെ ഈ ഒരു ബ്രിട്ടീഷ് കോളനീസിലേക്ക് അവർ കൊണ്ടുപോകും അല്ലേ. ആൻഡ് ഫ്രം 1791 to 1800 ബ്രിട്ടീഷ് ഷിപ്സ് നോക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് ഷിപ്സ് took more than 50,000 African slaves every year to work on sugar plantations in the Caribbean and on cotton, rice and tobacco plantations in North America. അവർ മെയിനായിട്ടും പ്ലാന്റേഷൻസിൽ വർക്ക് ചെയ്യാനൊക്കെയാണ് ഇവരെ ഇങ്ങനെ കൊണ്ടുപോകുന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദീസ് സ്ലേവ്സ് വെർ സെൻഡ് ടു ലാർജ് കോളനീസ്. ഇതിൽ കുറേ സ്ലേവ്സിനെ ലാർജ് ആയിട്ടുള്ള കോളനീസിലേക്കും, അഥവാ ഫോഴ്സ്ഡ് ടു വർക്ക്, അവരെ ഫോഴ്സ് ചെയ്യും അല്ലേ, ടു വർക്ക് ഇൻ ദ ബ്രിട്ടീഷ് എക്കോണമി, മേക്കിംഗ് ബ്രിട്ടൻ വെരി റിച്ച്. ഇവരിങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ദേ വാണ്ട് ടു മേക്ക് ദ ബ്രിട്ടീഷ് എക്കോണമി വെരി ബിഗർ, ഓർ ദേ വാണ്ട് ടു മേക്ക് ദെയർ നേഷൻ ആസ് എ വെരി റിച്ചസ്റ്റ്. ഈ സമയത്ത് there are so many people who have fought against or who stood up against the slavery. In 1787, a group was formed called the Committee for Effecting the Abolition of the Slave Trade. Very important. 1787 ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേരാണ് Committee for Effecting the Abolition of the Slave Trade. 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. Although there was hope to end the slave trade ക്വിക്കലി. ഇത് ഫോം ചെയ്തത് എന്തിനു വേണ്ടിയിട്ടാണ്? പെട്ടെന്ന് തന്നെ സ്ലേവ് ട്രേഡ് നിർത്താൻ വേണ്ടിയിട്ടാണിത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആക്ച്വലി ഇറ്റ് ടുക്ക് മെനി മോർ ഇയേഴ്സ് ടു സ്റ്റോപ്പ് ദ സ്ലേവ് ട്രേഡ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു കമ്മിറ്റി സ്ലേവ് ട്രേഡ് ഇല്ലാതാക്കിയതെന്ന് നോക്കാം. ദേ ഗേവ് ഔട്ട് പാംപ്ലെറ്റ്സ് വിത്ത് ആൻറ്റി സ്ലേവറി ഐഡിയാസ്. അതുപോലെ തന്നെ ദേ എൻകറേജ്ഡ് പീപ്പിൾ ടു റൈറ്റ് പോയംസ്. വെരി ഇമ്പോർട്ടൻറ്റ്. അവിടുത്തെ കോമൺ പീപ്പിളിനെ എൻകറേജ് ചെയ്തിട്ടുണ്ട് പോയംസ് എഴുതാനും ലിറ്ററേച്ചർ എഴുതാനും ഒക്കെ. മെയിൻ തീം എന്ന് പറയുന്നത് എഗെയിൻസ്റ്റ് സ്ലേവറി. ഫോർ എക്സാമ്പിൾ ബൈ ഹന്ന മോർ ആൻഡ് വില്യം കൂപ്പർ ഇതിനെക്കുറിച്ചിട്ട് പോയംസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതും 1 മാർക്കിന് നോട്ട് ചെയ്യാം. ദേ ക്രിയേറ്റഡ് എ സ്ട്രോങ് സപ്പോർട്ട് സിസ്റ്റം അല്ലെ. ഈ ഒരു കമ്മിറ്റി ആൾക്കാരെയും കൂടിയിട്ടൊരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ബൈ ഗ്യാദറിങ് പീപ്പിൾ അക്രോസ് ദ കൺട്രി ഹൂ വെയർ അഗെയിൻസ്റ്റ് സ്ലേവറി. ദേ സ്റ്റാർട്ടഡ് പെറ്റീഷൻസ്. പെറ്റീഷൻ എന്ന് പറയുന്നത് എന്താണ്? ലെറ്റേഴ്സ് വിത്ത് മെനി സിഗ്നേച്ചേഴ്സ് ആസ്കിങ് ദ ഗവൺമെൻറ് ടു സ്റ്റോപ്പ് ദ സ്ലേവ് ട്രേഡ്. ഈ ഒരു മൂവ്മെൻറ്റിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് തോമസ് ക്ലാർക്സൺ എന്ന് പറയുന്നത്. ഹി വാസ് എൻ ഇമ്പോർട്ടൻറ്റ് അബോളിഷണലിസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻ 1787 ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ്. തോമസ് ക്ലാർക്സൺ എല്ലാ സ്ഥലത്തേക്കും പോകും. ഹി റിസ്ക്ഡ് ഹിസ് ലൈഫ് ബൈ ട്രാവലിംഗ് മെനി കോളനീസ് ആൻഡ് ഗ്യാദറിങ് റിയൽ ഇൻഫോർമേഷൻ. അതായത് ഫസ്റ്റ് ഹാൻഡ് ഇൻ്റർവ്യൂസ് ഒക്കെ ഇവരെന്ന് ഇയാൾ എടുക്കും. സോ ഹി ഇൻ്റർവ്യൂഡ് മെനി സൈലേഴ്സ് ഇൻ ബ്രിട്ടീഷ് സിറ്റീസ് ലൈക്ക് ബ്രിസ്റ്റോൾ ആൻഡ് ലിവർപൂൾ and collected fact about how the trade has worked. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ് വില്യം വിൽബേഫോഴ്സ്. ഇൻ ഏപ്രിൽ 1791 ഹി പ്രപ്പോസ്ഡ് എ ലോ ടു സ്റ്റോപ്പ് ദ സ്ലേവ് ട്രേഡ് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഏതാണ് 1791 ഇയാളൊരു ലോ പ്രപ്പോസ് ചെയ്യുന്നുള്ളത് ടു സ്റ്റോപ്പ് ദ സ്ലേവ് ട്രേഡ് ഇൻ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഒഫീഷ്യലി ആയിട്ട് സ്ലേവ് ട്രേഡ് ബാൻ ചെയ്തിട്ടുള്ളത് ഇൻ ജൂൺ 1806 അനദർ പ്രപ്പോസൽ ടു എൻഡ് സ്ലേവറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ആൻഡ് ഇറ്റ് ബിക്കം എ ലോ ഇൻ 25th March 1807.
Finally, from 1st May 1807, the British Atlantic slave trade became illegal. അപ്പോൾ ഫൈനലി 1st May 1807 ബ്രിട്ടീഷ് അറ്റ്ലാന്റിക് സ്ലേവ് ട്രേഡ് ഇല്ലീഗലായിട്ട് മാറുന്നുള്ളത്. സോ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, ഡിഡ് ദി സ്ലേവറി കംപ്ലീറ്റ്ലി എൻഡഡ്? No, because the law only stopped the British from trading slaves. But ഗ്ലോബലായിട്ടുള്ള സ്ലേവ് ട്രേഡ് ഇപ്പോഴും കണ്ടിന്യൂ ആണല്ലേ. ദറ്റ് ഹാസ് ഈവൻ കണ്ടിന്യൂഡ് ടു ഗ്രോ ഇൻ ദ 1820s. അതൊക്കെയാണ് ഈ ഒരു ടോപ്പിക്കിലുള്ളത്. വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദ ടോപ്പിക്. താങ്ക് യു.